എന്താ കൺമുണി മോളെ? ചേട്ടാ ചേച്ചി നമുക്ക് പോയി കളിക്കാ. കളിക്കാം. ചേട്ടാ ചേച്ചി നമ്മൾ എന്താ കളിക്കും? എന്താ കളിക്കാൻ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കാം. കണ്ണാ തുമ്പി പെട്ടെന്ന് കടന്നു വന്നേ. കൺമുണി മോളെ അമ്മ വിളിക്കുന്നു ഞങ്ങളെ രണ്ടുപേരെ. ഇപ്പൊ വരാവേ. ശരി ചേച്ചി. ചേട്ടാ ചേച്ചി ചേട്ടൻ എന്നോട് കളിക്കാൻ വരുവേ. ചേച്ചി ചേട്ടൻ എന്നോട് കളിക്കാൻ വരുവേ. വരുന്നവർ കാത്തിരിക്കാം. പിന്നെന്തിനാ പേടിക്കുന്നേ? പോയിട്ട് ഞാൻ എന്തായാലും വീട്ടിന്റെ അകത്ത് ചെന്നു നോക്കാം. പിന്നെ ഞാൻ ആലോചിച്ച് ചേച്ചി ചേട്ടൻ എന്നെ പറ്റിച്ചെന്ന് ഓർത്തിട്ട് നിങ്ങളെ രണ്ടുപേരും ഇങ്ങോട്ട് വിളിക്കാൻ വന്ന സമയത്ത് എന്റെ തുമ്പേര് ഭീകരപ്പെടുത്തുന്ന ഒരു പ്രേതം തുമ്പി പ്രത്യക്ഷപ്പെട്ട്. ഒന്ന് പോടി ഓടുന്നു. പ്രേത സാധനം ഒന്നും ഇല്ലാത്തതാണ്. പ്രേതം ഉണ്ട് ചേട്ടാ. ഞാൻ സത്യമായിട്ട് എന്റെ തുമ്പി കണ്ടതാ ചേട്ടാ. അത് വിശ്വസിക്കേ. ഒന്ന് പോടി വരുന്നു. ചുമ്മാ കള്ളം പറയണേ. വാടി നമുക്ക് അവളെ എന്തേലും അവിടെ നിന്ന് പറയട്ടെ. വേണമെങ്കിൽ പറയുന്നേ വാടി. ചേട്ടാ എന്താടി? എടി നിന്നോട് ഞാൻ എന്താന്ന് ചോദിച്ചതല്ലോ. എന്നോട് ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. പോടി അപ്പുറത്ത്. ചേട്ടാ എന്തിനാ ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞേ? എടി നിന്നോട് അപ്പുറത്ത് പോകാനാ പറഞ്ഞേ. പോടി. നീ കരഞ്ഞോണ്ടൊക്കെ അപ്പുറത്ത് പോകാനാ പറഞ്ഞ. പൊടി. ഇപ്പോഴും ഇവിടെ ഓടിച്ചു വിട്ടില്ലേ? അല്ലേ എന്നെ കളിക്കാൻ വിളിച്ചോണ്ടു. എനിക്ക് വയ്യ കളിക്കാൻ. എക്സാമിന് വേണ്ടിച്ച് പഠിച്ചു വയ്യ. ഇനി പഠിത്തം കഴിഞ്ഞിട്ട് ഇവളോട് കളിക്കാൻ പോണെന്ന് പറഞ്ഞ വലിയ പണിയാ. എനിക്ക് വയ്യ. അതുകൊണ്ട് ഇപ്പൊ ഇവളെ ഓടിച്ചു വിട്ടത്. അതാരെ കഥകം തുറന്നു വരുന്നേ? നീ ആയിരുന്നു അടുത്തു. പിന്നെ അവിടെ പോയിട്ട് വരുവാ? ഞാനാണ് ചുമ്മാതെ ഒന്ന് മുറ്റിത്തിറങ്ങിയതാ. എടി രാത്രി 8 മണിയാ സമയം. എന്നിട്ട് നീ എന്തിനാ ഇപ്പൊ മുറ്റിത്തിറങ്ങിയേ? ചുമ്മാതെ കാറ്റി കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാ. എന്നാ ശരി, അപ്പുറത്ത് പോവാ. ഇവള് വേറെ ആരെങ്കിലും ആയോ? ഞാൻ 7 മണിക്ക് സമയമാകുമ്പോഴേ ചുമ്മാ ഈ കഥയൊക്കെ തുറന്നിടും. ഫ്രണ്ട് കഥ കാറ്റൊക്കെ അകത്തോട്ട് കയറാനായിട്ട്. അപ്പോഴത്തേക്ക് അവള് പേടിച്ച് നിന്ന് കഥ അടച്ച് കുറ്റിയിടും. ആ ആളിപ്പോ രാത്രി 8 മണിക്ക് പുറത്തുനിന്ന് കയറുമായിരുന്നു ഒറ്റയ്ക്ക്. ഇവൾക്കത് എന്ത് പറ്റി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും ആട്ടേത്. എന്തായാലും അവളുടെ പേടിയൊന്നും മാറി കിട്ടില്ല. ഇനി സമ്മാനത്തിന്റെ കഥ തുറന്നിടല്ലോ 7 മണിയൊക്കെ ആകുമ്പോ. എന്താണ് നീ പിന്നെ വന്നോ? എന്താടി? നീ പോടി അപ്പുറത്ത്. പൊടി. അല്ല നീ ശരിക്കും എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ചേട്ടനെ സോപ്പിട്ട് വിളിച്ചിട്ടേ എന്നോട് കളിപ്പിക്കാൻ വേണ്ടിട്ട്. അതെനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് നിന്നെ മുമ്പേ ഓടിച്ചു വിട്ടത് കേട്ടോ. ചേട്ടൻ വരുന്നില്ല കളിക്കാൻ. വേണേ തന്നെ പോയി കളിച്ച കേട്ടാ. എന്തിനാണ് ചുമ്മാ ഇവിടെ കുത്തിയിരിക്കുന്നത്? വാ കളിക്കാം. എടി നീ ഇത്ര നേരം വെറുതെ ഇരിക്കല്ലായിരുന്നോ? എത്ര നേരം ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു. അതുകൊണ്ട് ചേട്ടനെ കളിക്കാൻ വിളിച്ചേ. എന്നാലും ഞാൻ ഇത്ര നേരം വെറുതെ ഇരിക്കല്ലായിരുന്നു. ഇത്ര നേരം എനിക്ക് എക്സാമിനോട് പഠിക്കുമായിരുന്നു. കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ വന്നു. അല്ല നിന്നോട് കളിക്കാൻ വന്നിരിക്കുവല്ല. പോടി അപ്പുറത്ത്. എന്തൊക്കെയാണെങ്കിലും ഞാൻ കളിക്കാൻ വരത്തില്ല. വരത്തില്ലെന്നാടി നിന്നോട് ഞാൻ പറഞ്ഞ.
മുറ്റത്തിറങ്ങാൻ പോവാ. ഇവളങ്ങ് ആള് മാറിയല്ലോ. ഈ പാതിരാത്രി ഇവള് മുറ്റത്തിറങ്ങാൻ പോവാന്ന് പോലും. ഇവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതെന്തേലും ആട്ടെ. ശരി. ശരി. ഇവള് കഥയൊക്കെ അടച്ചിട്ടിട്ടാണല്ലോ മുറ്റത്തിറങ്ങുന്നേ. അല്ല ചേട്ടാ, എന്നോട് കളിക്കാൻ വരുന്ന കാര്യം എന്തായി? എന്നാലും നിന്നോട് ഞാൻ കളിക്കാൻ വരത്തില്ലടി, പോയപ്പുറത്ത്. അല്ല, ഇവിടുന്ന് ഭയങ്കര പൊരിഞ്ഞടിയാണല്ലോ. അപ്പൊ അതാരാ അങ്ങോട്ട് പോയത്? അപ്പൊ ഇതാരാ? രണ്ട് തുമ്പിയോ? നീ തുമ്പി, നീ മുറ്റത്തല്ല ഇറങ്ങിയായിരുന്നു മുമ്പേ. എന്താ ചേട്ടൻ ചേട്ടനൊന്നും അറിയാതെ പറയുന്നേ? ഞാനിങ്ങനെ രാത്രിക്കായി മുറ്റത്തോട്ട് പോലും ഇറങ്ങത്തില്ല. അപ്പോഴല്ലേ ചേട്ടൻ എന്നോട് മുറ്റത്തിറങ്ങിയവർ ചോദിക്കുന്നേ. നിന്നെ പോലെ ഇരിക്കുന്ന ഒരു സാധനം ഇപ്പൊ മുറ്റത്തോട്ട് പോയിട്ടുണ്ട്. എന്നെ പോലെ ഇരിക്കുന്ന സാധനം മുറ്റത്തോട്ട് പോയിട്ടുണ്ടോ? ചേട്ടൻ എന്താ പറയുന്നേ? സത്യം, നിന്റെ അതേ ഹെയർ, നിന്റെ അതേ ഡ്രസ്സും എല്ലാം. എന്തിനു പറഞ്ഞു? നിന്റെ കയ്യെ കിടക്കുന്ന അതേ വള തന്നെ. നിന്റെ ഫേസും നിന്റെ ഡ്രസ്സും നിന്റെ ഹെയർ നിന്റെ വള എല്ലാം അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു സാധനം ഇപ്പൊ അങ്ങോട്ട് പോയി, വീടിന്റെ പുറത്തോട്ട്. അതൊന്നും സാധനമാ? നിന്നോട് ഇത്ര നേരിട്ട് പറയുന്നത് മനസ്സിലായില്ലേ? നിന്നെ പോലത്തെ ഒരു സാധനം ഇപ്പൊ മുറ്റത്തോട്ട് പോയി. കറക്റ്റ് നിന്നെ പോലെ. ഞാൻ ഓർത്ത് നീയാണത്. നിനക്കൊന്ന് പ്രാന്തുണ്ടോട് തുമ്പി? മുറ്റത്തിറങ്ങി നോക്കാണെന്ന്. അത് ചിലപ്പോ ഏതെങ്കിലും പ്രേതമായിരിക്കും നിന്റെ രൂപം എടുത്ത് അങ്ങോട്ട് പോയത്. ചിലപ്പോ അത് പ്രേതമല്ലായിരിക്കും, ഓന്നായിരിക്കും. നിന്നെ പോലത്തെ ഒരു കഴുതി ഇതുവരെ ഇവിടെ എവിടെ കണ്ടിട്ടില്ലല്ലേ? പിന്നെ പ്രേതമല്ലാതെ വേറെ ആരാടിയത്? ചിലപ്പോ ശരിക്കും പ്രേതമായിരിക്കും ചേട്ടാ. ഇപ്പോഴാണ് നിനക്ക് വിശ്വാസം വന്നേ? ഇപ്പോഴെനിക്ക് വിശ്വാസം വന്നേ. അല്ല ചേട്ടാ, ഇനി എന്താ ചെയ്യണ്ടേ? അല്ല, ഇനി എന്ത് ചെയ്യാനാ? കഥകു തുറന്നു വരുന്നുണ്ട് നിന്റെ രൂപം ഇട്ടിട്ടുള്ള പ്രേതം. ഇതുവരെ രണ്ടുപേരും പോയില്ലേ? ശരിയാണല്ലോ, എന്നെ പോലെ തന്നെ കറക്റ്റ് ഇരിക്കുന്നു. നീ ആരുടെ കുട്ടി പിശാചേ? അയ്യോ ചേട്ടാ, ഇത് ആരാ ചേട്ടന്റെ ബാക്കിൽ നിൽക്കുന്നേ? അതെന്റെ അനിയത്തിയാ. നീ ആരാ? ചേട്ടാ, ചേട്ടന് ശരിക്കുള്ള അനിയത്തി ഞാനാ. അത് വേറെ ആരാണ്ട് ചേട്ടന്റെ പുറകെ നിൽക്കുന്നേ? നീ പോ കുട്ടി പിശാചേ. എന്റെ ശരിക്കുള്ള അനിയത്തി എന്റെ പുറകെ നിൽക്കുന്നു. നീ ശരിക്കും ഒരു പ്രേതം പോലും ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ പ്രേതമാണ്? നീ എന്താ ഞങ്ങളെ ട്യൂബിലേക്ക് വരുന്നേ? എനിക്ക് നിങ്ങൾ എല്ലാരും തിന്നണം. എല്ലാരും ഓടിക്കോ. എല്ലാരും കൂടെ എങ്ങോട്ടാ ഓടിപ്പോന്നെന്ന് ഞാനൊന്ന് കാണട്ടെ. ഈ വീട്ടിൽ കുറെ പേരുണ്ടായിരുന്നെങ്കിൽ അവരെ എല്ലാരെയും പിടിച്ച് തിന്നിട്ട് എന്റെ വയറ് നിറയ്ക്കായിരുന്നു.